മലബാർ ജേണലിൻ്റെ ഒരു പുതിയ പ്രോഗ്രാമാണ് നമ്മൾ ഇന്നിവിടെ തുടങ്ങുന്നത്. ബിയോണ്ട് ദ ഹെഡ്ലൈൻസ് എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു കൺസെപ്റ്റ് ബേസിക്കലി. അതായത് നമ്മൾ ദിവസവും ദിനപത്രങ്ങളായാലും ശരി, ടെലിവിഷനായാലും ശരി, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ആയാലും ശരി, നിരവധി വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിരവധി ഇൻഫർമേഷൻസ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ കടന്നു പോകുന്ന ഇൻഫർമേഷൻസിൻ്റെ പിന്നിലുള്ള സംഭവങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ ഒരു ഡെപ്തോട് കൂടിയിട്ട് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അന്വേഷണമാണ് ഞങ്ങൾ ഈ ബിയോണ്ട് ദ ഹെഡ്ലൈൻസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ടെക്നോളജി, പൊതുവെ ടെക്നോളജിയെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഇൻഫർമേഷൻസ് എന്താണ്, നമ്മുടെ മുന്നിലൂടെ വരുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്, അതെന്തെല്ലാം രീതിയിലാണ് നമ്മുടെ ജീവിതത്തെ ഏതെല്ലാം നിലയിലാണ് ബാധിക്കുന്നത് എന്നുള്ളൊരു വിഷയമാണ്. ഇത് ഈ ഡിസ്കഷനിൽ എന്നോട് ചേരുന്നത് അഞ്ജന ജോർജാണ്. അഞ്ജന ജോർജ് നമ്മുടെ മലബാർ ജേണലിൻ്റെ കോൺട്രിബ്യൂട്ടിംഗ് എഡിറ്ററാണ്. പിന്നെ ഹരിനാരായണൻ നമ്മുടെ ഒരു സീനിയർ സബ് എഡിറ്ററാണ്. അപ്പം ഞങ്ങൾ ഈ വിഷയം നമ്മുടേതായ ഒരു വിവരങ്ങൾ വെച്ചും കൊണ്ടുള്ള ഒരു നിലയിലാണ് സംസാരിക്കുക. ഇത് വലിയ ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ് അല്ല ഇതിനകത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുക. നമ്മൾ പ്രധാനമായിട്ടും ഊന്നുന്നത് ഇതെങ്ങനെയാണ് നമ്മുടെ ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഇത് ഏതെല്ലാം നിലയിൽ ബാധിക്കുന്നു. ഇതിനെക്കുറിച്ചിട്ട് പല നിലയിലുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കാണാനും കേൾക്കാനും കഴിയും. ഒന്ന്, AI കുറിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള 2023 മുതൽ വരുന്ന വലിയൊരു ഹൈപ്പുണ്ട്. അത് ഏതെല്ലാം നിലയിലുള്ള സാധ്യതകളാണ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ട്. രണ്ട്, അതോടൊപ്പം തന്നെ ഈ സംഭവങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള ഭീഷണികളാണ് മനുഷ്യർക്ക് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്ന ഈ പ്രപഞ്ചത്തിന് നേരെ തന്നെ ഉയർത്തുന്നു എന്ന് പറയുന്ന വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ട് 2-3 ഏരിയകൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ അഞ്ജനയാണ് ഈ ഒരു ഐഡിയ ഇനിഷ്യേറ്റ് ചെയ്തത്. അപ്പോൾ അഞ്ജന പ്രധാനമായിട്ടും അത് ഇനിഷ്യേറ്റ് ചെയ്തത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സംഭവം ഒരു ക്രിയേറ്റീവ് മേഖലയിൽ, പ്രത്യേകിച്ച് സിനിമ അല്ലെങ്കിൽ അങ്ങനെയുള്ള റൈറ്റിങ്, ഇങ്ങനെയുള്ളൊരു ക്രിയേറ്റീവ് മേഖലയിൽ ഇത് ഉന്നയിക്കാൻ അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുന്ന സാധ്യതകളും അതുപോലെ തന്നെ അത് മുന്നോട്ട് വയ്ക്കുന്ന ഭീഷണികളും എന്നുള്ള ഒരു സാധനമാണ്. എങ്ങനെയാണ് അഞ്ജന ഇതിനെ കാണുന്നത്? ഭീഷണി ആദ്യം പറയാം. ജോബ് ലോസ് ആയിരിക്കും ഒരു മെയിൻ ആസ്പെക്റ്റ്. അത് ഇപ്പോൾ സ്പെഷ്യലി റൈറ്റേഴ്സിന് അത് ഓൾറെഡി അവരത് ഫേസ് ചെയ്ത് തുടങ്ങി എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ ജേർണലിസ്റ്റുകളാണെങ്കിലും ജോബ് ഇൻ്റർവ്യൂസിന് പോകുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റ്സ്, പല ന്യൂസ് ചാനലുകളുടെ വെബ്സൈറ്റ് എഴുതുമ്പോൾ അവരതിനകത്ത് കൃത്യമായിട്ട് എഴുതുന്നുണ്ട്, ദിസ് ആർട്ടിക്കിൾ ഹാസ് ബീൻ റിട്ടൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI. ആൻഡ് ഇൻ്റർവ്യൂസിൽ അവർ പറയുന്നുണ്ട്, യു ക്യാൻ യൂസ് AI, യു ആർ ഫ്രീ ടു യൂസ് AI, but that means the number of articles that you are providing would be more. When we are negotiating, salary negotiation നടക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ AI ഉപയോഗിച്ചാണോ എന്ത് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത് എന്നുള്ളത് ഇവിടെ ഇറലവൻ്റ് ആണ്, ബട്ട് ദീസ് ആർ ദ നമ്പേഴ്സ് ദാറ്റ് യു ഹാവ് ടു പ്രൊവൈഡ് എന്നുള്ളത്. അപ്പം ആ ഒരു ഏരിയ നമ്മൾ നോക്കുന്ന സമയത്ത് മേ ബി ഒരു 2000 മേ ബി വി കുഡ് സേ ലൈക്ക് ChatGPT ആണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ പറയുന്ന ഒരു പിന്നെ AI ടൂൾ. അപ്പോൾ ChatGPTയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ശരിക്കും പേഴ്സണലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നല്ലൊരു എക്സാമ്പിൾ പറയുന്നത്, ഞങ്ങൾ 3 സുഹൃത്തുക്കൾ കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയപ്പം ChatGPTയെ പറ്റി സംസാരിച്ചപ്പോൾ ഹീ സെഡ്, നമ്മളൊരു പ്രോംപ്റ്റൊക്കെ ChatGPTക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഡോക്ടറാണ്, ChatGPTക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ChatGPT നമുക്ക് തിരിച്ചു തരുന്ന റെസ്പോൺസ് നമ്മൾ വായിച്ചു കഴിയുമ്പം നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം തോന്നുന്നു. അപ്പം ഞാൻ അവനോട് മറുപടി പറഞ്ഞു, അങ്ങനെ സ്വയം ബഹുമാനം തോന്നുന്ന പല മുതലാളികളുടെ അണ്ടറിലുമാണ് ഇപ്പം ഞാൻ പണിയെടുക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാൽ ഒത്തൻറ്റിസിറ്റിക്ക് യാതൊരു രീതിയിൽ, അല്ലെങ്കിൽ വി ആക്ച്വലി ഫൊഗെറ്റ് ദാറ്റ് ഈ പ്രോംപ്റ്റുകളെല്ലാം വരുന്നത് പലയിടത്തു നിന്നും എടുത്തിട്ടുള്ള ഇൻഫർമേഷനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്നിട്ടാണ്, അല്ലാതെ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന നമ്മുടെ ഒതൻറ്റിക് ഒരു ആസ്പെക്റ്റ് അല്ല എന്നുള്ളതും. രണ്ടാമത്തെ കാര്യം, ഈ ഒതൻറ്റിക്കായിട്ട് എഴുതിക്കൊണ്ടിരുന്നിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ടല്ലോ, അവർ കഷ്ടപ്പെട്ട് പഠിച്ച വാക്കുകളും, ഐ ഹാഡ് ടു ലിറ്ററലി നെഗോഷിയേറ്റ് വിത്ത് അനദർ പേഴ്സൺ ലൈക്ക് സെയിങ് ദാറ്റ് നിങ്ങൾ ഒരു വാക്കിന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട്
നെഗോഷിയേഷൻ നടക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന പോലെ ഒരു വാക്ക് തന്നെ എൻ്റെ വായിൽ നിന്ന് വരുന്നതല്ല. It's not a mechanical process. Instead, it has a lot of things that carries with എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, എൻ്റെ സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ ഇമോഷണൽ ആസ്പെക്റ്റ്, മൈ പെർസെപ്ഷൻ ഓൺ എ തിങ് പ്ലസ് മൈ എക്സ്പീരിയൻസ്. സോ ഇങ്ങനെയുള്ള നെഗോഷിയേഷൻസ് എനിക്ക് പേഴ്സണലി ഫേസ് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ തുടക്കത്തിൽ എടുത്തു വയ്ക്കാൻ പോണത് ഈ ഹൗ AI is actually now, rather than it being a tool, ഇറ്റ് റീപ്ലേസിങ് ഹ്യൂമൻ ബീയിങ്സ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു തോട്ട് പ്രോസസ്സ് അതിനെ പറ്റി വരുന്നത്. അത് കൂടുതൽ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാം. അതിനോട് ഒപ്പം തന്നെ ഞാനിപ്പം ഹരിയിലേക്ക് വരാം. കാരണം ഹരി ഈ വിഷയത്തിനകത്ത് നമ്മുടെ ഇതിൻ്റെ അകത്ത് ചർച്ച തുടങ്ങുമ്പോഴത്തേക്ക് പറഞ്ഞത് MIT-യുടെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു എന്നുള്ളതാണ്. MIT-യുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് 2023-24 വന്ന AI-യുടെ ഒരു ഹൈപ്പും ഒരുപാട് കോർപ്പറേറ്റുകൾ അവരുടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് AI കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയെന്നു. പക്ഷേ ഇപ്പം അവർ അതെല്ലാം കട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ലൈനിൽ ഈ പറഞ്ഞ ഹൈപ്പ് അതിനകത്ത് നടക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക്. അപ്പോൾ ഹരി അതിനെക്കുറിച്ചിട്ട് പറയും. സാർ പറഞ്ഞ പോലെ MIT പഠനത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ AI ബൂം വന്ന സമയം, ഇപ്പോൾ ChatGPT ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് വലിയൊരു ഹൈപ്പ് ഉണ്ടായത്. അതായത് നമ്മളൊരു അപ്പോക്കലിപ്റ്റിക്നോ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു നമുക്കൊരു പേഴ്സണൽ അസിസ്റ്റൻറ്റ്, നമ്മളോട് മനുഷ്യനെ പോലെ തന്നെ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റ്. എല്ലാ സിനിമകളിലൊക്കെ, പ്രത്യേകിച്ച് അയൺമാൻ സിനിമയിലാണ് ജാർവിസ് എന്നുള്ള പേഴ്സണൽ അസിസ്റ്റൻറ്റ്. അപ്പോൾ അതുപോലെ പെരുമാറാൻ കഴിവുള്ള ഒരു AI-നെ ChatGPT ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും, സാധാരണ മനുഷ്യർ തൊട്ട് കമ്പനീസ്, ബിഗ് കോർപ്പറേറ്റ്സ് വരെ അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ AI-നെ അവതരിപ്പിക്കുമ്പോൾ ഈ സാധാരണ മനുഷ്യർക്ക് മാത്രമല്ലാതെ നമ്മുടെ ജോലിയിലും ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യാം, ഓർഗനൈസേഷൻസിനും ഇത് ഏറ്റെടുക്കാം, പല ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യാനും ജോലി എളുപ്പമാക്കാനും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടി ഈ ChatGPT ഒക്കെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്ന സമയത്ത് ഇതൊരു വലിയൊരു ബാൻഡ് വാഗണിലേക്ക്, അതായത് നമ്മൾ എത്രയും വേഗം ഈ AI ഇൻകോർപ്പറേറ്റ് ചെയ്യണം നമ്മുടെ ഡേ ടു ഡേ വർക്കിൽ, അല്ലെങ്കിൽ കമ്പനിയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം, അതൊരു ബ്രാൻഡ് വാല്യൂ ആയി മാറാൻ തുടങ്ങി. അതായത് AI ഇൻകോർപ്പറേറ്റ് ചെയ്ത സിസ്റ്റംസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വർക്ക് ഫ്ലോസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളത് കമ്പനീനെ സംബന്ധിച്ച് ഒരു അഭിമാന പ്രശ്നം പോലെ. ഇപ്പോൾ എത്രയും വേഗം ഈ ഒരു ബാൻഡ് വാഗണിൽ കയറുക എന്നുള്ളതായിരുന്നു കമ്പനികളുടെ ഒരു ആവശ്യം. ഇത് വന്നപ്പോൾ തന്നെ IT-യിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്കും ഇതിനെപ്പറ്റി ഒരു പിടിയില്ലാത്ത ആൾക്കാർ അവർ ചെറുതായിട്ട് പാനിക്കുമായി. എത്രയും വേഗം ഇതിനെപ്പറ്റി പഠിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജോലിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ആ ഒരു മൊത്തത്തിൽ എല്ലാ സൈഡിൽ നിന്നും ഒരു പ്രഷറും ഉണ്ടായിരുന്നു, പക്ഷേ അതേസമയം ഒരു എക്സൈറ്റിംഗ് ടൈംസും ആയിരുന്നു. പക്ഷേ ഇനീഷ്യലി ആ ഒരു ഹൈപ്പ് ഉണ്ടായി, എത്രയും പെട്ടെന്ന് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു അവസ്ഥ വന്നപ്പോൾ ഇതിന് വ്യക്തമായ ഒരു സോളിഡ് ആയിട്ടുള്ള പ്ലാൻ ഇല്ലാതെയാണ് പലരും ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ പഠനത്തിൽ പറയുന്നത്. ഈ ചെറിയ ചെറിയ വിൻസ് ഒന്നും അല്ലാതെ ഒരു ലോങ് ടേമിലും ആലോചിച്ചിട്ടാണോ എങ്ങനെയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് ഉണ്ടാവണം, ഇത് നമ്മുടെ കയ്യിൽ ഇതാക്കി. കാരണം അതൊക്കെ സ്റ്റോക്ക് വാല്യൂവിനെ വരെ എന്താ പറയുക നിർണ്ണയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അത് ആപ്പിളിൻ്റെ ഒക്കെ ഒരു എക്സാമ്പിൾ ഉണ്ടാക്കാറ്റില്ല, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പം അങ്ങനെ വന്ന സമയത്ത് എന്താ സംഭവിച്ചത് പറഞ്ഞാൽ, ഇവർ 9ഓളം മേഖലകളെ പഠിച്ചിട്ട് അതിലാകെ ടെക്നോളജിയിലും മീഡിയയിലും മാത്രമാണ് AI-നെ കൊണ്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടായത്. ബാക്കി ഹെൽത്ത് സെക്ടർ, റീറ്റെയിൽ അങ്ങനെയുള്ള അവിടെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്ത 100% കമ്പനികളിൽ വെറും 95% കമ്പനികൾക്ക് മാത്രമേ എന്തെങ്കിലും ഫൈനാൻഷ്യലി ഇതിൽ റിട്ടേൺ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി 95% കമ്പനികൾക്കും ROI ഇല്ല. അവർക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ROI ഇല്ല. പക്ഷേ അതേസമയം ഇൻഡിവിജ്വൽ പ്രൊഡക്ടിവിറ്റി, ഒരു പേഴ്സൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഇത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ROI ഇല്ല. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫൈനാൻഷ്യലി വലിയ ബെനിഫിഷ്യലായിട്ട് കാണുന്നില്ല ഇപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം. അപ്പോൾ പലരും അത് സ്റ്റോൾ ചെയ്യുക, അല്ലെങ്കിൽ പുറകോട്ട് പോവുക, അങ്ങനെയുള്ള രീതിയിലേക്ക് വരിക. ഇതിനെ കൊണ്ട് വലിയ മെച്ചമില്ല, ആ ഒരു ലെവലിലേക്ക് വരികയാണ്. അതാണ് ഈ പഠനത്തിൽ പറയുന്നത്. അപ്പോൾ വിജയിച്ച ആൾക്കാർ എങ്ങനെയാണ് വിജയിച്ചത്, എന്തൊക്കെ പാറ്റേൺ അല്ലെങ്കിൽ സ്ട്രാറ്റജീസാണ് അവർ ഫോളോ ചെയ്തത്, ഇതൊക്കെയാണ് ആ പേപ്പറിൽ പറയുന്നത്. ഇതാണ് ആകത്തുകയിൽ ഒരു ഓവറോൾ അതിനെ ഒന്ന് നമുക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക പേപ്പറിന്. ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ ഒരു അടുത്ത ഒരു സ്റ്റേജിൽ, ഇപ്പം ഞാനിതിൻ്റെ ഒരു ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ AI-യിലെ എക്സ്പേർട്ടല്ല, ടെക്നോളജിയില്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ ഈ സംഭവങ്ങൾ വരുമ്പോഴത്തേക്കുള്ള കുറേ റീഡിംഗ് ഉണ്ട്. വളരെ ഒരുപാട് എന്താ പറയുന്ന സോഷ്യോളജിക്കലായിട്ടും സാമ്പത്തിക ശാസ്ത്രപരമായിട്ടും ടെക്നോളജിക്കലും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് റൈറ്റിങ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും അടുത്ത കാലത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ഡിസ്കഷനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ കുറേ റീഡിങ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് കഴിഞ്ഞ ദിവസം വന്ന ഒരു പുസ്തകമാണ് ഈ AI-യെ കുറിച്ചിട്ടുള്ള, AI-യുടെ ഒരു മുഴുവൻ അതിൻ്റെ ഒരു ടെക്നോളജിക്കലായിട്ടും അതിൻ്റെ ഫിലോസഫിക്കലായിട്ടും എല്ലാ തരത്തിലും
പരിശോധിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ആദം ബേക്കർ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ്. അദ്ദേഹം സയൻസ് ജേർണലിസ്റ്റാണ്. സയൻസ് ജേർണലിസ്റ്റ് എന്ന് മാത്രമല്ല, സാധാരണ ജേർണലിസ്റ്റുകളെ പോലെ അത്ര വിവരദോഷിയല്ല. കാരണം അദ്ദേഹം ആസ്ട്രോഫിസിക്സിൽ PhD ഉള്ളൊരു മനുഷ്യൻ കൂടെയാണ്. അത് അദ്ദേഹത്തിൻ്റെ മോർ എവറിത്തിങ് ഫോർ എവർ എന്ന് പറയുന്ന ഒരു പുസ്തകം, അത് കഴിഞ്ഞ ഏപ്രിലോ മെയിലോ മറ്റോ ഇറങ്ങിയതാണ്, ഈ വർഷം 2025. അപ്പോൾ അദ്ദേഹമായിട്ട് വേറൊരു കൊള്ളാവുന്ന ഒരു ജേർണലിസ്റ്റ് ക്രിസ്റ്റഫർ കെച്ചം എന്ന് പറയുന്ന ആൾ നടത്തിയൊരു അഭിമുഖം വായിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൺവെർസേഷനായിരുന്നു അതിൽ. അപ്പോൾ അതിൽ ഈ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയത്തിനെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ്. അതായത് AI ഓവർലോഡ്സ്, സ്പേസ് എംപയേഴ്സ് ആൻഡ് സിലിക്കൺ വാലീസ് ക്രൂസൈഡ് ടു കൺട്രോൾ ദ ഫേറ്റ് ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ സബ് ടൈറ്റിൽ. അപ്പോൾ അതിൽ അദ്ദേഹം ഒരു 7 മനുഷ്യർ, നമ്മുടെ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രമല്ല, നമ്മുടെ ഈ ടെക്നോളജിയെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡിസ്കഷൻസിലും ഇങ്ങനെ നിരന്തരം വരുന്ന പേരുകളാണ്. സാം ആൾട്ട്മാൻ, എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ ആൾ ChatGPTയുടെ, എലോൺ മസ്ക്, പിന്നെ ജെഫ് ബെസോസ്, പിന്നെ അധികം അങ്ങനെ അറിയാത്ത 2 പേരുകളാണ് മാർക്ക് ആൻഡ്രീസൺ എന്ന് പറയുന്നത്. അദ്ദേഹം വലിയ ഒരു ഇൻവെസ്റ്റർ മറ്റേ ഇതാണ്. പിന്നെ ഡസ്റ്റിൻ മസ്കോവിറ്റ്സ്, റേ കുർസിവെൽ, എലീസർ യെഡ്കോവിസ്കി എന്ന് പറയുന്ന ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു പ്രധാന ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഇവരെല്ലാം തന്നെ, ഇവർക്കെല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും എന്താ പറയുന്നത് ബില്യണേഴ്സാണ്. പിന്നെ ബില്യണേഴ്സാണെന്ന് മാത്രമല്ല, ഇവരെല്ലാവരും തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ടെക്നോളജിക്കൽ സാൽവേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാ മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങളും സാങ്കേതിക വിദ്യയുടെ ഇതിൻ്റെ നിലയിലേക്ക് ഉള്ള ഒരു സാൽവേഷൻ, മോക്ഷം എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിലാണ്. അതിൽ പ്രത്യേകിച്ച് ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് പറയുന്ന റേ കുർസ്വെൽ എന്ന് പറയുന്ന അദ്ദേഹം സിംഗുലാരിറ്റി എന്നെല്ലാം പറയുന്ന ഒരു കൺസെപ്റ്റിൻ്റെ ഒരു വലിയ ഫോളോവറാണ്, അഡ്വക്കേറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ AI ഉപയോഗിച്ചിട്ടുള്ള കമ്പ്യൂട്ടിംഗ് പവർ അത്രയധികം പവർഫുള്ളാവുമെന്നും ഈ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്, അതായത് മനുഷ്യരുടെ ബുദ്ധിക്ക് അപ്പുറം നിൽക്കുന്ന ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസിലേക്ക് നമ്മൾ അത് 2045 എത്തുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇത്. അത് വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ പറയുന്ന നമ്മളിന്ന് പറയുന്ന മനുഷ്യരുടെ ജനനം മരണം എന്നെല്ലാം പറയുന്ന ഒരു കൺസെപ്റ്റിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകുന്നു എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ എങ്ങനെയാണ് ഇതും നമ്മൾ ജീവിച്ചിരിക്കുന്ന റിയാലിറ്റിയുമായിട്ട് എങ്ങനെയാണ് ഇതിനെ ഇത് ചെയ്യുമെന്നുള്ളതാണ് ഞാൻ പറയുന്ന ആദം ബേക്കർ പരിശോധിക്കുന്നൊരു വസ്തുത. അപ്പോൾ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുർസ്വെലിനെ കുറിച്ചിട്ട് പറയുന്നത് അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഇത് വായിക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം വായിക്കുമ്പോൾ തന്നെ ഇത് അതിൻ്റെ ഒരു ഫാൻറ്റസി എന്നുള്ള നിലയിൽ പുള്ളി പറയുന്ന അന്നത്തെ കാലത്ത് ഈ സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു റണ്ണർ എന്നൊക്കെ പറയുന്ന ഒരു ഇതിലാണ് ഇതിനെ കാണുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇത് സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു റണ്ണറെന്ന് മാറിയിട്ട് ഇത് വലിയ ഒരു മാസ് ഫോളോയിങ് ഉള്ള ഒരു തരം കൾട്ടായിട്ട് മാറുന്ന ഒരു ഇതുണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ ChatGPTയുടെ അഡ്വൻറ്റിന് ശേഷം. അപ്പോൾ അതാണ് അദ്ദേഹം അങ്ങനെ ഇതൊരു മാസ് കൾട്ടായി വരുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ ഒരു പുസ്തകം എഴുതുക എന്ന് പറയുന്നത്. ഇപ്പോൾ ആരോട് സംസാരിച്ച് കഴിഞ്ഞിരുന്നാലും എല്ലാവരും പറയും, അത് വെറുതെ ഇങ്ങനെ ഇവരുടെ ഒരു തരം ഫാൻറ്റസിയാണ്, അവരുടെ ഒരു ജൽപ്പനങ്ങളാണ്. പക്ഷേ എന്താണ് ഈ ജൽപ്പനങ്ങളുടെ അടിസ്ഥാനം? വാട്ട് ഈസ് ബിഹൈൻഡ് ഇറ്റ്? വാട്ട് ഈസ് ദ ട്രൂത്ത് ബിഹൈൻഡ്? അല്ലെങ്കിൽ ട്രൂത്ത് എന്നല്ല, വൈ ഇറ്റ് ഈസ് ദിസ്? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൽ അദ്ദേഹം സയൻസിനെ കുറിച്ചിട്ടും ടെക്നോളജിയെ കുറിച്ചിട്ടും എല്ലാം തന്നെ പരിശോധിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരുന്നു. അപ്പോൾ അത് നമ്മൾ കേൾക്കുന്ന പല സാധനങ്ങളും എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ളൊരു ഐഡിയോളജി ഉണ്ട്. ഇത് വെറുതെ വരുന്നതല്ല, ഇത് വളരെ കൃത്യമായിട്ട് പ്ലാൻഡായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതിൻ്റെ ആ ഫിയറും അല്ലെങ്കിൽ ആ എക്സൈറ്റ്മെൻറ്റും ഇതെല്ലാം തന്നെ നേരത്തെ ഒരു പ്രോഗ്രാംഡ് ആയിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്നു എന്ന് പറയുന്നതിലാണ് ഈ ബേക്കറിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമ്മളിപ്പം സിനിമയെക്കുറിച്ചിട്ട് ഇപ്പോൾ പറയാം, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പം അമേരിക്കൻ റൈറ്റേഴ്സ് ഗിൽഡ് അവർ 2023 2024 അവരൊരു
ക്ലാസ് ഷൂട്ട് ആക്ഷൻ അത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലിപ്പം വളരെ നമുക്കെല്ലാം അറിയുന്ന ഇപ്പം വലിയ എഴുത്തുകാർ, അമേരിക്കയിലെ പ്രധാന എഴുത്തുകാർ എല്ലാവരും തന്നെ അതിലെ മെമ്പേഴ്സാണ്. അപ്പോൾ അവർ കൊടുത്ത കേസ് നേരത്തെ അഞ്ജന ഉന്നയിച്ച അതേ വിഷയമാണ്. അവർ കൊടുത്ത കേസെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ വർക്കാണ്, ഞങ്ങളുടെ വർക്ക് എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു സംഭവം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ഒന്ന് മാത്രമല്ല, ഞങ്ങളുണ്ടാക്കി ഇപ്പോൾ അഞ്ജന പറഞ്ഞതുപോലെ ഒരു വാക്ക് അഞ്ജന ഉപയോഗിക്കുമ്പോൾ, ഒരു ക്രിയേറ്റീവ് റൈറ്റർ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ വാക്കിന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു മീനിങ് ഉണ്ട്, അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഇതിനെ എല്ലാത്തിനെയും സ്കാൻ ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനെ വേറൊരു നിലയിലേക്ക് ഉപയോഗിക്കുന്ന ഒരു സംഭവത്തിലേക്ക് വരുന്നു. അപ്പോൾ അത് നമ്മുടെ വർക്കിനെ നമ്മളറിയാത്ത രീതിയിലല്ല, നമ്മളുടെ വർക്കിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു സാധനം, അത് മോശമായിട്ടുള്ള നിലയിലേക്ക് അത് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നൊരു സാധനം നടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻ്റലക്ച്വൽ റൈറ്റ് ആർക്കാണെന്നുള്ളത്, Who owns it? അത് ആ കേസ് ഇപ്പോഴും അമേരിക്കയിൽ നിൽക്കുകയാണ്. അത് ഇതുവരെ അതിനകത്ത് എഴുതി വന്നിട്ടില്ല. അതുപോലെ തന്നെയായിരുന്നു ഹോളിവുഡിലെ സ്ക്രീൻ റൈറ്റേഴ്സും മറ്റുള്ളവരും അവരുടെ സമരം. ആ സമരം പിന്നെ ഏതാണ്ട് എന്തോ ഒരു നിലയിലുള്ള ഒരു താൽക്കാലികമായ ഒരു ഒത്തുതീർപ്പിലാണ് അവരെത്തിയത്. അപ്പോൾ ഇത് കേരളം പോലുള്ളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ത്യയെ പോലുള്ളൊരു സ്ഥലത്ത് എങ്ങനെയാണ് ഇതിൻ്റെ എന്തെങ്കിലും അനുരണനങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇൻ നോർമൽ ലൈഫിൽ നമ്മൾ ശരിക്കും നോക്കുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഒബിയസ്ലി ChatGPT ഒരു തരത്തിൽ നമുക്കൊരു ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ട് ആസ് പീപ്പിൾ ഹു ആർ ഇൻ ദ ക്രിയേറ്റീവ് ഇൻഡസ്ട്രി. അപ്പോൾ നാച്ചുറലി ChatGPT ഏതെല്ലാം ഏരിയയിൽ കടന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പണ്ട് നമ്മൾ സെർച്ച് എൻജിൻസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് ടു സെർച്ച് സംതിങ്. യു യൂസ് ടു യൂസ് സെർച്ച് എൻജിൻസ് ലൈക്ക് ഓക്കെ ഇവിടെ ഇന്ത്യയിൽ നമ്മളെടുത്ത് വരുമ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കുക എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഇപ്പോൾ ChatGPTയിലോട് ചോദിക്കുക എന്ന് പറയുന്ന ഒരു റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ട്രെയിനിലാണെങ്കിലും നമ്മൾ സുഹൃത്തുക്കൾ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു ഏരിയ. അവിടെ നമുക്ക് ഒരു 3-4 ആസ്പെക്ട്സ് എനിക്ക് തോന്നിയ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്ന് ഈ പറഞ്ഞ വാട്ട് ഈസ് ദ ക്രെഡിബിലിറ്റി ഓഫ് ദ ഇൻഫർമേഷൻ ദാറ്റ് ഇറ്റ് ഈസ് ഗിവിങ്. വി ടെൻഡ് ടു ഫൊഗെറ്റ് ദാറ്റ് ഈ ChatGPTനെ താഴെ തന്നെ അവർ പറയുന്നുണ്ട് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്ന പോലെ അവർ പറയുന്നുണ്ട് ഈ ഇൻഫർമേഷൻ ശരിയാവില്ല എന്ന്. അപ്പം ഞാൻ ChatGPTയോട് തന്നെ ചോദിച്ചു, ഫാക്ട് ചെക്കിങ് ചെയ്യുന്ന സമയത്ത് നാച്ചുറലി നമ്മൾ വെൻ വി ആർ യൂസിങ് ടൂൾസ്, AI ടൂൾസ്, ഹൗ ക്രെഡിബിൾ ഈസ് AI ടൂൾസ് വെൻ ഇറ്റ് കംസ് ടു ഫാക്ട് ചെക്കിങ് സെനാറിയോയിൽ, ഇപ്പോൾ ഒരു വാർത്ത ശരിയാണോ എന്നറിയുന്നത്. അപ്പോൾ AI ടൂൾ തന്നെ എന്നോട് പറഞ്ഞു, there is something called AI hallucination, which is like AIക്ക് കുറേ ഇൻഫർമേഷൻസ് വരുന്ന സമയത്ത് ഇതെല്ലാം കൂടി എടുത്തിട്ട് അവർ തരുന്നതിനകത്ത് AI ഹാലൂസിനേഷൻ്റെ റിസ്ക് ഉണ്ട്. ഇറ്റ് ഈസ് എ റിസ്ക് ഫാക്ടർ. സെക്കൻഡ് തിങ് ഈസ് നൗ എവ്രിബഡി പുട്ട്സ് ദെയർ ഇൻഫർമേഷൻ. ഇപ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഈസ് ആക്ച്വലി ക്ലോസിങ് ഹിസ് ഹൗസ് ഫോർ 6 months ബിക്കോസ് ഓഫ് സർട്ടൻ പേഴ്സണൽ തിങ്സ്. അപ്പോൾ ആ 6 മാസം വീട് പൂട്ടിയിടുന്നതിൻ്റെ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ള ഡിസ്കഷൻ he already had it with his neighbor and he already had that social and the peer conversations and all. അതിൽ നിന്ന് പറഞ്ഞത് ബെഡായിരുന്നു സബ്ജക്റ്റ്. ബെഡിനെ എടുത്ത് ചുമരിൽ ചാരി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, ബെഡ് എടുത്ത് ചുമരിൽ ചാരി വെച്ചാൽ ചുമരിൽ നിന്നും പൂപ്പൽ വരില്ലേ? ബിക്കോസ് മഴയല്ലേ നമ്മളെ നാട്ടിൽ. അപ്പോൾ അതെങ്ങനെയാണ്, അത് പ്ലാസ്റ്റിക് റാപ്പ് പ്രാക്ടിക്കലല്ല, ഇപ്പം അത് നടക്കില്ല. അപ്പോഴത്തേക്ക് ഇത് കേട്ടോണ്ടിരുന്ന മൂന്നാമത്തെ ആൾ, ഹേ ChatGPT, can you give us solutions how to save a bed from fungal infection for sick, because we are putting it we are not using it for 6 months. അപ്പോഴത്തേക്കും ഒരു സീരീസ് ഓഫ് സാധനം വന്നു. അതെല്ലാം മൊത്തത്തിൽ വായിച്ചു. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഡിസ്കഷൻ അവസാനിപ്പിച്ച് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കൽ കണ്ടിന്യൂ ചെയ്തു. അവിടെ അലാമിങ് ഫാക്ടർ ഇസ് ദാറ്റ് we tend to believe an AI tool rather than any the practical solutions that a human being can give. അവിടെ നമ്മൾ ചോദ്യം ഉന്നയിക്കാൻ നമ്മൾ തയ്യാറാണ്. ഇപ്പുറത്ത് നമ്മൾ ചോദ്യം ഉന്നയിക്കുന്നില്ല. Though we know that, though the educated circle who are sitting there know that ഇത് can make mistake. ഈ ChatGPT or any AI tool can make mistake. സെയിം ഇൻസിഡൻ്റ് ആണ് മറ്റേ ന്യൂയോർക്ക് ടൈംസിൽ റീസെൻ്റ്ലി വന്ന ആർട്ടിക്കിളിൽ സോഫി എന്ന് പറയുന്ന ടീനേജ് കുട്ടി, ഷീ ഡിസൈഡഡ് ടു കിൽ ഹെർസെൽഫ് ആഫ്റ്റർ കണ്ടിന്യൂസ് ചാറ്റ് വിത്ത്. അപ്പോൾ എന്താണ് റീസൺ, എന്തിനെൻ്റെ മകൾ മരിച്ചു എന്നുള്ള റീസൺ അന്വേഷിച്ച് പോകുന്ന ഒരമ്മയും ആ അമ്മ
5 മാസത്തിന് ശേഷം ഈ കുട്ടിയുടെ കൂട്ടുകാരി സജസ്റ്റ് ചെയ്തു, വൈ നോട്ട് വി ചെക്ക് ഹെർ ChatGPT കോൺവെർസേഷൻസ് എന്ന് പറഞ്ഞിട്ട് ആ ChatGPT ചാറ്റ് ലോഗ് എടുത്ത് നോക്കുമ്പോഴാണ് ദിസ് ചൈൽഡ് വാസ് ആക്ച്വലി ഇൻട്രാക്ടിങ് വിത്ത് ഒരു ChatGPT തെറപ്പിസ്റ്റ് ഹാരി. ChatGPT തെറപ്പിസ്റ്റിനോട് സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ട്. കാരണം പലരും പറയുന്നത് ഇറ്റ് ഈസ് മോർ കൺവിൻസിങ് ദാൻ സ്പീക്കിംഗ് ടു എ ഹ്യൂമൻ ബീയിങ് ഹൂ ഹാസ് ഹിസ് ഓർ ഹെർ ഓൺ ബയസ് വിത്ത് ദ സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ അത് പറയാൻ എളുപ്പമുണ്ട്. അവിടെ നമ്മൾ അറിയാതെ പോലും നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം, നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനോട് നമുക്ക് വേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഇത് മാത്രമാണ്, ഒരു ടൂള് മാത്രമാണ് AI എന്നുള്ളത് മറന്നു പോകുന്ന ആ നാരോ ലൈൻ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സ്പേസിൽ, ഒരു സർറിയലിസ്റ്റിക് സ്പേസിലേക്ക് നമ്മൾ എത്തിപ്പോകുന്നിടത്ത് ഇതുപോലത്തെ ഒരുപാട് ഇൻസിഡൻസ്. ഇപ്പോൾ ഫ്ലോറിഡയിലൊരു പയ്യൻ ChatGPTനകത്ത് ട്രാപ്പ് ചെയ്ത് കിടക്കുന്ന ഗേൾ ഫ്രണ്ടിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഹാലൂസിനേറ്റഡ് ആവുകയും അത് പിന്നീട് അച്ഛൻ പറഞ്ഞിട്ടൊന്നും കൺവിൻസിങ് ആവാതെ അവൻ അക്രമാസക്തമാവുകയും പോലീസ് വെടിവെക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഇഷ്ടംപോലെ ഇൻസിഡൻസ് നമ്മളിവിടെ, ഇത് ഇന്ത്യക്ക് പുറത്തുള്ളത് നമ്മൾ കാണുമ്പം ഇന്ത്യക്കകത്തും ഇത് തന്നെയാണ് നടക്കുന്നത്. ബിക്കോസ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതിന് അതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിനെ ടൈപ്പ് ചെയ്തിട്ട് കൈൻഡ്ലി ഗ്രാമർ ചെക്ക് എന്ന് പറഞ്ഞിട്ടപ്പോൾ ഫസ്റ്റ് റെസ്പോൺസ് ChatGPT എന്നോട് തന്നത്, ഐ ആം സോറി ദാറ്റ് യു ഹാഡ് ടു ഫേസ് ദിസ് ഇൻ യുവർ ലൈഫ് എന്നൊരു സെൻറ്റൻസ് വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഇമോഷണൽ ബേസ്റ്റ് വന്നു. അപ്പം ഞാൻ എന്നിട്ട് എടുത്ത വായിക്ക് എൻ്റെ അടുത്തിരുന്ന സുഹൃത്തിനോട് പറഞ്ഞു, നിങ്ങൾ ആരും ഇതുവരെ എന്നോട് ഇത് പറഞ്ഞില്ല, ഐ വാണ്ട് എ ബോയ് ഫ്രണ്ട് ലൈക്ക് ChatGPT എന്ന്. അത് നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. അവിടെ നമ്മുടെ ഡാറ്റ പ്രൈവസി മുതൽ നമ്മളെ കണ്ടിന്യൂസ് സോഷ്യൽ ഡൈലിമയിൽ പറയുന്ന പോലെ നമ്മുടെ ബ്രെയിൻ എങ്ങനെ നമ്മളെ കൺട്രോൾ ചെയ്യണമെന്ന്, നമ്മുടെ ബ്രെയിനിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാവുന്ന ഒരു AI നമ്മൾ എത്തുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. സാറ് ചോദിച്ചതും അഞ്ജന പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ. ഇപ്പോൾ സാറ് മെൻഷൻ ചെയ്ത അമേരിക്കയിലുള്ള റൈറ്റേഴ്സ് ഗിൽഡിൻ്റെയും പിന്നെ അതിനൊപ്പം തന്നെ സ്ക്രീൻ ആക്ടേഴ്സും അവരൊക്കെ ഇതിൽ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും സാറ് പറഞ്ഞ പോലെ തന്നെ ഈ സ്ക്രിപ്റ്റ് അവൻ്റെ സ്ക്രിപ്റ്റിനെ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യാനോ ഈ AI സോഫ്റ്റ്വെയറുകൾക്ക് പറ്റും. അതിനുള്ളൊരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അപ്പോൾ അൾട്ടിമേറ്റ്ലി അഞ്ജന ആദ്യം പറഞ്ഞ പോയിന്റ്, അതായത് ഇവരെ ആൾക്കാരെ റീപ്ലേസ് ചെയ്യപ്പെടും എന്നുള്ളൊരു പോയിന്റ്. അപ്പോൾ അതില്ലാതെയാക്കാനുള്ളൊരു സമരമായിരുന്നു. കാരണം അവിടെ നിന്ന് തൊഴിൽ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഇന്ത്യയിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ ഒരു ഉദാഹരണമാണ് ധനുഷിൻ്റെ ആനന്ദ് എൽ റായ് സംവിധാനം ചെയ്ത റാഞ്ചന എന്നുള്ള സിനിമ. അതിപ്പോൾ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനീഷ്യലി ഒരു ട്രാജിക് എൻഡിങ് ആയിരുന്നു, പക്ഷേ അതൊരു ഹാപ്പി എൻഡിങ് ആക്കിയിട്ട് അത് റിലീസ് ചെയ്യണം. അപ്പോൾ ഹാപ്പി എൻഡിങ് ഇനീഷ്യലി ആ സിനിമ ഇറങ്ങിയ സമയത്ത് ധനുഷ് ക്ലൈമാക്സിൽ മരിക്കുന്നു, പക്ഷേ റിലീസിൽ മരിക്കാൻ കിടക്കുന്ന ധനുഷ് എണീറ്റ് വരുന്നു. അതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇത് ആനന്ദ് എൽ റായിനോടോ ധനുഷിനോടോ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇവരാരും അതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സമ്മതത്തിനെ മറികടന്നിട്ട് ഇവര് ആ സിനിമ പ്രൊഡ്യൂസർ, അത് ഈറോസ് ഇന്റർനാഷണൽ ആണ് അതിൻ്റെ പ്രൊഡക്ഷൻ. അതെ. അപ്പോൾ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ആനന്ദ് എൽ റായും ധനുഷും അവരുടെ ഡിസെൻറ്റ് അറിയിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ പ്രസ്താവന പുറത്തുവിടുകയും പ്രത്യേകിച്ച് ആനന്ദ് എൽ റായ് ഇതിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമോ, ഇതിൻ്റെ സ്ക്രീനിങ് തടയാനുള്ള വഴിയുണ്ടോ, അതൊക്കെ ഞാൻ പർസ്യൂ ചെയ്യുകയാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ അഭിനേതാക്കൾക്ക് അപ്പുറത്തേക്ക് വരുന്ന വേറൊരു പ്രശ്നമാണ് ഗായകർ. അപ്പോൾ തമിഴിലാണ് അതിപ്പോൾ 2 എക്സാമ്പിൾ എടുത്ത് പറയാം. ഒന്ന് SPBയുടെ ഇതേപോലെ AI വെച്ചിട്ട് വന്നു. അതേപോലെ വിജയുടെ ഒരു സിനിമയിൽ യുവൻ ശങ്കർ രാജയുടെ അനിയത്തിയാണ് തോന്നുന്നത്, മരിച്ചുപോയ അനിയത്തി. അപ്പോൾ അവരുടെ വോയിസിൽ വെച്ചിട്ടൊരു പാട്ട് ഇറക്കി. പിന്നെ മലേഷ്യ വാസുദേവൻ, കഴിഞ്ഞ കൊല്ലം ഏറ്റവും വൈറലായ ഒരു പാട്ട് മനസ്സിലായോ എന്നുള്ള പാട്ട് രജനിയുടെ. അപ്പോൾ മലേഷ്യ വാസുദേവൻ്റെ ശബ്ദം തിരിച്ചു കൊണ്ടുവന്നിട്ട് ആ പാട്ട് വീണ്ടും പാടുകയാണ്. അപ്പോൾ ഇതിൽ ഈ മരിച്ച ആൾക്കാരുടെ കൺസെൻറ്റ് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ റൈറ്റ്സ് ആർക്കുള്ളത് ചോദിച്ചാൽ അതൊരു കൺഫ്യൂസിങ് ആണ്. ഇപ്പോൾ മക്കൾക്കായിരിക്കും അങ്ങനെ ഒരു ഇൻഹെറിറ്റൻസ് അവരോടായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക, അവർക്ക് ഓക്കെ ഉണ്ടാവില്ല. പക്ഷേ ഈ മരിച്ച ആൾക്കാർ ഉണ്ടായിരുന്നെങ്കിൽ അവരിതിന് സമ്മതിച്ചിട്ടുണ്ടാവുമോ, എൻ്റെ മരണശേഷം എൻ്റെ ശബ്ദം നിങ്ങൾ ഉപയോഗിച്ചോളൂ പറഞ്ഞു. അങ്ങനെ ഒരു എത്തിക്കൽ കൺസേണും കൂടെ ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകും. ഇത്തരം പാട്ടുകൾ പാടുമോ, ഇത്തരം റോളുകൾ ചെയ്യുമോ? അതെ അങ്ങനെയുണ്ട്. ഇപ്പോൾ ഹോളിവുഡിലൊക്കെ പൊതുവേ കണ്ടിട്ടുള്ള എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ സ്റ്റാർ വാഴ്സിൽ അതിൽ ഇനീഷ്യലി പ്രിൻസസ് ലെയ ആയിട്ട് അഭിനയിച്ച അവർ മരിച്ചു. പക്ഷേ ലേറ്റസ്റ്റ് അതിൻ്റെ ഒരു പുതിയ കാല അഡാപ്റ്റേഷൻ വന്നപ്പോൾ സ്റ്റാർ വാഴ്സിൻ്റെ ചാപ്റ്റർ 6 മറ്റേ അവർ കൊണ്ടുവരണമായിരുന്നു. റോഗ് വണ്ണിൽ അവരുടെ പഴയ കാലത്തെ ഇമേജ് കൊണ്ടുവച്ചു, അവർ ക്യാരക്ടർ കൊണ്ടുവച്ചു. പക്ഷെ അവർ വയസ്സായ സാധനം ഇതൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ടി വന്നു.
അപ്പോൾ ഇതിൽ ആരിൻ്റെ കൺസെൻ്റാണ്, ആ ഒരു എത്തിക്കൽ ഒരു കൺസേണും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. മെയിൽ ബോക്സിനെ കുറിച്ചിട്ട് പോലെ ഇമെയിൽ ബോക്സിനെ കുറിച്ചിട്ട് പോലെയുള്ള വലിയ കൺസേൺ ഉണ്ട്. അതായത് ഞാൻ നാളെ മരിച്ചു കഴിഞ്ഞിരുന്നാൽ എൻ്റെ ജിമെയിലിൻ്റെ ബോക്സിൻ്റെ എൻ്റെ ഇതിനകത്തുള്ള കണ്ടൻറ്റിൻ്റെ ആർക്കാണ് എൻ്റെ റൈറ്റ്? അത് ജിമെയിലിൻ്റെ സെർവറിൽ ഇത് കാണുമല്ലോ, ഇത് ആർക്കാണ് ഇതിൻ്റെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മൈക്കിൾ ജാക്സൺ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് വരുന്നത്. കാരണം ഇതുപോലുള്ള സെലിബ്രിറ്റി, ഇപ്പം നമ്മളല്ല, സെലിബ്രിറ്റികളുടെ ഇതിൽ വരുമ്പോഴത്തേക്ക് ഇത് ആർക്കാണ് ഇതിൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ലീഗലി നെബുലിയസ് ആയിട്ടുള്ളൊരു ടെറിട്ടറിയാണ്. കാരണം നിയമം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ടെക്നോളജി ഇല്ലായിരുന്നു. അപ്പോൾ സാധാരണ നിയമത്തിനകത്ത് ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ഇതിന് പുതിയ നിയമം ഉണ്ടാക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ വിഷയം കൂടെയുണ്ട്. ലീഗലായിട്ടുള്ള നമ്മുടെ ജൂറിസ്പ്രുഡൻസിനകത്ത് തന്നെ വരുന്ന ഒരു വിഷയം കൂടെ ഇതിനകത്തുണ്ട്. കാരണം അതുവരെ ഉണ്ടാകുന്നൊരു കൺസെപ്റ്റിലല്ല ഇതിപ്പോൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഒരു റെഗുലർ നിയമത്തിൻ്റെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകുന്ന ഒരു സംഭവത്തിലേക്ക് ഇത് നിൽക്കുന്നു. ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു സാധനം. അപ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു സാധനമുണ്ട്. അതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഞാൻ വായിച്ചത്, അനിൽ കപൂറിൻ്റെ ചിരി, അനിൽ കപൂറിൻ്റെ പേഴ്സോണ, അനിൽ കപൂറിൻ്റെ പേര്, അനിൽ കപൂറിൻ്റെ വോയിസ്, അനിൽ കപൂറിൻ്റെ പേഴ്സണാലിറ്റിക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഡൽഹി ഹൈക്കോർട്ടിൽ ഒരു കേസ് കൊടുത്തു. ഹി വൺ ദ കേസ്. ആൻഡ് ഓൾസോ അയാളുടെ ഒരു ഫേമസ് ക്യാച്ച് ഫ്രേസ് ഉണ്ട്, ജക്കാസ് എന്ന് പറഞ്ഞിട്ട്. ചാക്കാസ് എന്താ പറയുക, അത് ജക്കാസാണ്. ഹിന്ദിയിൽ എങ്ങനെ അത് പറയുന്നെങ്കില്ല. ഇത് ഇങ്ങേർക്ക് ഇതിൻ്റെ കോപ്പിറൈറ്റ് വേണം, ഇനി ഭാവിയിൽ ഒരു രീതിയിലും AI യൂസ് ചെയ്തോ ഒന്നും ഇത് മിസ്യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇങ്ങേരൊരു കേസ് കൊടുക്കുകയും ഇങ്ങേര് ആ കേസ് ജയിക്കുകയും ചെയ്ത് ഇങ്ങേര് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ 50 പീപ്പിൾ AI റിലേറ്റഡ് ആയിട്ടുള്ളതിൻ്റെ അണ്ടറിൽ ഇങ്ങേരും കൂടി ആഡ് ചെയ്യപ്പെടുകയും ചെയ്തു. ബിക്കോസ് അത് ഒരാളും അതുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പലരും, എനിക്ക് തോന്നുന്നു ബോളിവുഡ് എടുത്ത് നോക്കിയാൽ രൺബീർ കപൂർ, ആലിയ ഭട്ട്, അങ്ങനെയുള്ളവരെല്ലാവരും അവരുടെ വോയിസ്, രശ്മിക മന്ദാനയൊക്കെ വോയിസും അവരുടെ പേഴ്സോണേനെയൊക്കെ പിന്നീട് കോപ്പിറൈറ്റ് ചെയ്തു. അതൊരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റാണ്. ഇൻ ഫ്യൂച്ചർ ഐ തിങ്ക് ലീഗലി അത് ഇനിയും ഡെവലപ്പ് ചെയ്ത് വരേണ്ട ഏരിയയാണ്. ഈ നിലയിലുള്ള നമ്മുടെ ഇൻഡിവിജ്വൽ പ്രൈവസി നമ്മൾ കീപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് കീപ്പ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഇത് കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ഇതിൽ നമ്മളുടെ ഒരു വലിയ എന്താ പറയുന്ന ഒരു കൾച്ചറൽ ഡിവൈഡ് അല്ല, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മറ്റ് തരത്തിലുള്ള ഒരുപാട് ഇതുണ്ടല്ലോ, ഡിവിഷൻസും അല്ലെങ്കിൽ ഇതായിട്ടുള്ള വിവേചനങ്ങളും ഇതുമെല്ലാം ഉണ്ടല്ലോ. ഇപ്പോൾ അനിൽ കപൂറിനും അല്ലെങ്കിൽ ഇതുപോലുള്ള സെലിബ്രിറ്റീസിനും അവരുടെ മാനേഴ്സോ അല്ലെങ്കിൽ അവരുടെ ശബ്ദമോ എന്തും അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കാം. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ഒരു 10,000-കണക്കിന് ആൾക്കാരുടെ സാധനങ്ങളാണ് ഈ ലാർജ് ലാംഗ്വേജ് ലേണിംഗ് മോഡൽസ്, LLMs എടുക്കുന്നത്. അവർക്ക് ഒരു ആളും ഒരു സാധനവും കൊടുക്കുന്നില്ല. അതിൽ സാർ പറയുന്ന ഇൻക്ലൂസിവിറ്റി ഒരു വലിയ പ്രോബ്ലമാണ്. വിസ്ഡം ഓഫ് ക്രൗഡ്. ആരാണ് ഈ AI ട്രെയിനിങ് ചെയ്യുന്നത്, ആരാണ് ഇതിൻ്റെ കൺട്രോൾ വരുന്നത്, അതിൽ എത്ര ആളുകൾ. ഇപ്പോൾ ഞാൻ നേരത്തെ സാറിനോട് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കുക, റൈറ്റ് ആൻ ആർട്ടിക്കിൾ ഓൺ ഇൻക്രീസ്ഡ് ക്ലൈമറ്റ് ചേഞ്ച് ഇഷ്യൂസ് ഇൻ കേരള വിത്ത് കോട്ട്സ്. ഐ നീഡ് കോട്ട്സ് ഫ്രം environmental scientist, an environmentalist, ഒരു നോർമൽ കോമൺ പേഴ്സൺ, അങ്ങനെയൊക്കെ നമ്മൾ ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന, ഇൻട്രസ്റ്റിംഗ്ലി നമുക്ക് വരുന്ന റെസ്പോൺസിനകത്ത് all people would be men, the quotes will be of men. Second thing is maybe like നമുക്ക് പേര് സണ്ണി തോമസ്, മറ്റേ രവി മേനൻ, സവർണ സമ്പന്ന പുരുഷന്മാരിൽ നിന്നായിരിക്കും മിക്കവാറും എല്ലാം വരുന്നത്. ഇതിപ്പം ഇവിടെ മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയിലായാലും ഇത് മുഴുവൻ വരുന്നത്, ഇത്തരത്തിലുള്ള ഒപ്പീനിയൻസ് മുഴുവൻ വരുന്നത് എപ്പോഴും വൈറ്റ് ആംഗ്ലോ സാക്സൺ മെയിൽ ആണെന്നുള്ള ഒരു സാധനം പറയാന്ന് വെച്ചോ. നോ, ഐ വോണ്ട് കോട്ട്സ് ഫ്രം വിമൻ ആസ് വെൽ. അപ്പോൾ വരും രാധിക മേനൻ അല്ലെങ്കിൽ രാജീവ് വർമ്മ. അങ്ങനെയല്ലാതെ ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവോ അല്ലെങ്കിൽ വിസ്ഡം ഓഫ് ക്രൗഡ് നമ്മൾ നേരത്തെ പറഞ്ഞു. അല്ലിപ്പം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ വിവേചനങ്ങളും, അത് ക്ലാസ് ആവാം, റേസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ കാസ്റ്റ് ആവാം, ജെൻഡർ ആവാം, ഇത് മുഴുവൻ തന്നെയും റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ ടെക്നോളജി, എസ്പെഷ്യലി ഡിജിറ്റൽ ടെക്നോളജിയുടെ തുടക്കം മുതൽ തന്നെ വരുന്നതാണ്.
വളരെ നല്ല പഠനങ്ങൾ അതിനെക്കുറിച്ചിട്ട് ഇന്ന് അവൈലബിളുമാണ്. ഇപ്പം എങ്ങനെയാണ് അമേരിക്കയിൽ ബ്ലാക്സ് എന്ന് പറയുന്ന ഒരു ക്രൈമുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബ്ലാക്സ് മുഴുവൻ ക്രിമിനൽസ് ആണെന്ന് പറയുന്ന ഒരു സാധനം വരുന്നു, അല്ലെങ്കിൽ ലാറ്റിനോസ് അങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഏഷ്യൻ അമേരിക്കൻസ് വരുന്നു. പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ ക്രൈം ഡാറ്റയിലുള്ള വൈറ്റ്സിൻ്റെ ഒരു റോള് ഒരിക്കലും തന്നെയും ഇതിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യില്ല. അപ്പോൾ അതെല്ലാം തന്നെ AI അതുപോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിന് ഇവർ ഉപയോഗിക്കുന്ന മാനുവൽസ്, ഇവർ ലാർജ് LLM ഉപയോഗിക്കുന്ന മാനുവൽസ് അല്ലെങ്കിൽ അവരുടെ ബേസ് എക്സിസ്റ്റിംഗ് ഡാറ്റയാണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് സാധനത്തിനകത്തുള്ള എല്ലാ ബയാസും ഇതിൽ റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊന്നും തന്നെയും നമ്മളുടെ ഈ പറയുന്ന നമ്മൾ AI ഉപയോഗിക്കുന്നു, AI നമ്മളെ ഒരു ടെക്നോളജിക്കൽ സാൽവേഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം മറച്ചു വയ്ക്കപ്പെടും. ഈ ഡാർക്കർ സൈഡ് ഒരു ചിന്തിക്കാനുള്ള ഒരു സ്പേസ് പോലും എനിക്ക് തോന്നുന്നില്ല ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ എൻകറേജ് ചെയ്യുന്ന സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ പറഞ്ഞ ബേക്കറിൻ്റെ പുസ്തകം ഹാൻഡിൽ ചെയ്യുന്ന വിഷയം അതാണ്. എന്നിട്ട് ഇതെങ്ങനെയാണ് ബാക്കിയുള്ള ഇപ്പം നമ്മൾ ജീവിക്കുന്ന നമ്മുടെ, അല്ലെങ്കിൽ ഇത് വളരെ ഡെമോക്രാറ്റിക്കായ പൊട്ടൻഷ്യൽ ഉള്ളൊരു ടെക്നോളജി എങ്ങനെ വളരെ ചുരുക്കം ചില ബില്യണേഴ്സിൻ്റെ കയ്യിലേക്ക് വരികയും അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ബിസിനസ് താല്പര്യങ്ങളാണ് പലപ്പോഴും, ഈ സമൂഹത്തിൻ്റെ താല്പര്യങ്ങളല്ല അവർക്കുള്ളത്, അവരുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടി വളരെ നാരോ ആയിട്ടുള്ള ഒരു സ്പിയറിൽ അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മൾ നേരത്തെ IPRൻ്റെ സെഷനിൽ പറഞ്ഞ പോലെ നമ്മൾ ഇട്ടുകൊടുക്കുന്ന പിക്ചേഴ്സ് മുതൽ അങ്ങോട്ടുള്ളത് നമ്മളുടെ കൺസെന്റ് ഇല്ലാതെ ഇനി അവർക്ക് ഉപയോഗിക്കാനുള്ള റൈറ്റ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എൻ്റെ പേഴ്സണൽ ഡാറ്റ ഇൻഫർമേഷൻ മുതൽ, അപ്പോൾ അത് ഏതെല്ലാം രീതിയിലുള്ള ക്രൈമുകൾക്ക്, ഇപ്പോൾ സൈബർ ക്രൈമിൻ്റെ ഒരു ഇൻക്രീസ്ഡ് റേറ്റിൽ നിൽക്കുന്ന സമയത്ത് ഇതിനെ ഏതെല്ലാം രീതിയിൽ ഒരു നേഷന് ത്രെട്ട് ഉണ്ടാവുന്നത് തൊട്ടിട്ട് അങ്ങോട്ട് ഒരു ഇൻഡിവിജ്വലിനെ എങ്ങനെയെല്ലാം രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഹാക്കേഴ്സിന് വരെ കണ്ടെത്താൻ പറ്റുന്ന ഒരു ക്രൈം റേറ്റിലേക്ക് വരെ ഇത് മൂവ് ചെയ്യാം. ഇതിൻ്റെ ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഒരു ജിമെയിൽ അക്കൗണ്ട് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ എടുക്കുമ്പം ഒരുപാട് ഇതിന് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുമല്ലോ, ടേംസും അതിൻ്റെ ഇതിൽ. അപ്പോൾ ഇത് നമ്മൾ ആരും ഒരിക്കലും വായിച്ചു നോക്കില്ല, കാരണം ഇറ്റ് ഈസ് അതിൻ്റെ ഇത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്തൊരു ഡോക്ടർ പറഞ്ഞല്ലോ, നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ആ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുന്ന കാരണം അതിൽ ഇതുപോലെയാണ് ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്. നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നതിൽ നമ്മുടെ പ്രീവിയസ് ഹെൽത്ത് റെക്കോർഡ്സ് മുഴുവൻ ഉള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് കളക്ട് ചെയ്യാനുള്ള അധികാരം ഇൻഷുറൻസ് ഏജൻസിക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ഇന്ന അസുഖം ഇല്ല എന്ന് മറച്ചു വെച്ചിട്ടൊരു കാര്യമില്ല. കാരണം ഇവർക്ക് ഡോക്ടേഴ്സ് ഉണ്ട്, ഇൻഷുറൻസ് കമ്പനികൾ ഇപ്പം ഡോക്ടേഴ്സിനെ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്, അവരാണിത് വെറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയെ വെറ്റ് ചെയ്യുന്നത് അവരാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് പോയിട്ടുള്ളത്. അപ്പം നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് അവർക്ക് ദേ ആർ ലീഗലി എൻറ്റൈറ്റിൽഡ് ടു ആസ്ക് ഫോർ ദ ഡാറ്റ. അപ്പോൾ ഇവിടെയെല്ലാമാണ് നമ്മുടെ പോളിസി അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലെല്ലാം ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ നിലയിലുള്ളൊരു പോളിസിയുടെ ആവശ്യം വരുന്നത്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ഇതിൻ്റെ പോളിസിയിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലോ ഒക്കെ ചില കാര്യങ്ങൾ അവർ വളരെ സ്ട്രിക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് കാര്യത്തിനെക്കുറിച്ച് എടുക്കുന്ന നിങ്ങളുടെ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ്. അത് ആ കമ്പനിക്കെതിരെ അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ കമ്പനിക്കെതിരെ നിങ്ങൾക്ക് കേസ് കൊടുക്കാനുള്ളൊരു റൈറ്റ് നിങ്ങൾക്കുണ്ട്. നമ്മുടെ സിംഗപ്പൂരിലെ നിയമത്തിൽ അങ്ങനെ ഒരു സാധനമുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമത്തിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് നമുക്കറിയില്ല. ഐ ഡോണ്ട് നോ എന്നിപ്പോൾ എനിക്ക് തന്നെ അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു സുതാര്യതയില്ലായ്മ നമ്മുടെ ഈ സിസ്റ്റത്തിനകത്ത്, ഇന്ത്യൻ സിസ്റ്റത്തിനകത്ത് വളരെ ഇതാണ്. കോൺഷ്യസ്ലി സുതാര്യത ഇല്ലാതാവുന്നതാണോ എന്നുള്ളത് എന്ന് നമ്മുടെ ഒരു ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അത് കോൺഷ്യസ്ലി തന്നെ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലിനെ കുറിച്ച് വന്നിട്ടുള്ള ഡിസ്കഷൻസിലെല്ലാം തന്നെ ഈ ചില കൺസേൺസ് വളരെ വ്യക്തമായിട്ട് പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. AI വിരുദ്ധരാണെന്നുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, നമ്മൾ ഈ വിഷയത്തിൽ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന തലക്കെട്ടുകൾക്കപ്പുറം എങ്ങനെ നമുക്ക് ആലോചിക്കാമെന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷയം. അപ്പോൾ അതുകൊണ്ടാണ് ഈ
ഇപ്പോൾ MIT റിവ്യൂവിൻ്റെ അതിൽ വരുന്ന അതിനെക്കുറിച്ചിട്ടുള്ള ഇത് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉണ്ട്. അതായത് ഇപ്പോൾ MITയുടെ പഠനം ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് പോലെയാണ് പറയണമെന്നുണ്ടെങ്കിൽ, അതായത് AI ബൂം എന്ന് പറഞ്ഞ് ചാടിക്കയറി അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് പക്ഷെ അത് സക്സസ്ഫുൾ ആയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ കുറേ ഇതിൻ്റെ നല്ല വശങ്ങളെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അതായത് ഇതെങ്ങനെ പല ജോബുകളും ഈസിലി ചെയ്യാൻ പറ്റുന്നതാക്കുന്നു. ഇപ്പോൾ കോഡ് ചെയ്യാനാണെങ്കിലും ഇപ്പോൾ ടെക്നോളജി ഇൻഡസ്ട്രിയിൽ പറയും കോഡിങ്, ടെസ്റ്റിങ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് കോഡ് സ്നിപ്പറ്റ്സൊക്കെ പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാനും അതേപോലെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഇത് വളരെ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഇതിനെ ഒരു തരത്തിൽ വർക്കേഴ്സ് മുതലെടുക്കേണ്ടതെന്നും കൂടിയാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ പല വർക്കേഴ്സും എൻ്റർപ്രൈസ് സബ്സ്ക്രിപ്ഷനിലാണ്. ഇപ്പോൾ ChatGPT സബ്സ്ക്രിപ്ഷൻ മോഡൽസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസം ChatGPTനോട് ഫ്രീ ആയിട്ട് സംസാരിക്കുന്നതിന് ഒരു ലിമിറ്റും ഉണ്ട്. അപ്പോൾ ഒരു ജോലി സ്ഥലത്ത് ചിലപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഫുൾ ഡേ ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത്ര മണിക്കൂറോ അല്ലെങ്കിൽ ഇത്ര സമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര പ്രോംപ്റ്റ് കഴിഞ്ഞാൽ അത് നിൽക്കും. അപ്പോൾ അവർ സ്വന്തം കയ്യിൽ നിന്ന് പേഴ്സണലി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമ്പനിയുടെ അപ്രൂവൽ ഇല്ലാണ്ട് ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. അത് അൾട്ടിമേറ്റ്ലി നോക്കുമ്പോൾ കമ്പനിക്ക് ഗുണമാണ്. അപ്പോൾ അങ്ങനെ കൂടെ നോക്കുന്നതുകൊണ്ടാണ് ഇതിനൊരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല പറയുന്നത്. കാരണം ഇത് ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ ഒരു രഹസ്യ സർവേയിൽ ഈ എംപ്ലോയീസ് അത് തുറന്ന് പറയുമെങ്കിലും കമ്പനിയിൽ നിന്നൊരു ഇൻസ്പെക്ഷനോ എന്തെങ്കിലും വരുമ്പോൾ അവരത് പറഞ്ഞോളണമെന്നില്ല. അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എമൗണ്ടും ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിനെ കൊണ്ട് വലിയ മെച്ചമില്ല എന്ന് കാണുമ്പോൾ കമ്പനികൾ അത് കൈയൊഴിയുന്നുമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിനെ സക്സസ്ഫുള്ളായ കമ്പനീസ് യൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടും അതിൽ പറയുന്നുണ്ട്. അതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ വെക്കുക. അതായത് ചെറിയ ചെറിയ വിൻസ്, ഇപ്പോൾ കോഡ് ഓട്ടോമേഷൻ, ബാക്ക് ആൻഡ് പ്രോസസ്സുകൾ ഓട്ടോമേറ്റ് ചെയ്യുക, അങ്ങനെ ചെറിയ ചെറിയ സാധനം ചെയ്തിട്ട്. പിന്നെ പ്രധാനമായിട്ട് ഈ ChatGPTയുടെ ഒക്കെ ഒരു പ്രശ്നം വെച്ചാൽ അതിന് മെമ്മറി ഇല്ല. അതിന് കുറേ കാലം നമ്മളിപ്പോൾ കുറേ മുന്നേ പറഞ്ഞ സാധനമൊന്നും ഇപ്പോൾ ചോദിച്ചാൽ അതിന് ഓർമ്മയുണ്ടാവില്ല. ഇത് കമ്പനി എൻ്റർപ്രൈസ് വേർഷനിലും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഈ മെമ്മറി ഇല്ലാത്ത അവസ്ഥയിൽ എന്താ വെച്ചാൽ നമ്മൾ അതിനൊരു പ്രോസസ്സ് അത് ലേൺ ചെയ്യണില്ല. മെമ്മറി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ ChatGPT ഒക്കെ നമ്മൾ ഡാറ്റ കൊടുത്ത് ട്രെയിൻ ചെയ്യുന്ന സിസ്റ്റംസാണ്. ഇപ്പോൾ മെമ്മറി ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ സാധനങ്ങളൊന്നും ലേൺ ചെയ്യുന്നില്ല. ഈ ലേൺ ചെയ്യാത്തതുകൊണ്ട് ഇത് ഈ വർക്ക് ഫ്ലോനെയൊക്കെ ബാധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇതിനങ്ങനെ കറക്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ കുറച്ച് പഴയ ഇൻഫർമേഷൻ ലോസ് വന്നിട്ട് അത് അപ്ഡേറ്റ് ആവുന്നില്ല. അപ്പോൾ മെമ്മറിയുള്ള കൃത്യമായ എന്താ പറയുക നമുക്ക് ഒരു വർക്ക് ഫ്ലോന് ആവശ്യമുള്ള രീതിയിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് ബയേഴ്സ്, അതായത് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യണ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതേപോലെ സർവീസ് പ്രൊവൈഡേഴ്സും അല്ലെങ്കിൽ സർവീസ് വാങ്ങണ കമ്പനികളുണ്ട്. സർവീസ് വാങ്ങണ കമ്പനികൾക്ക് അവർക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം കസ്റ്റമൈസേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് വാങ്ങുക എന്നുള്ളതാണ്. പിന്നെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണവരിപ്പോൾ അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ. അപ്പോൾ ChatGPT, ഗൂഗിളിൻ്റെ ജെമിനായി. ഇപ്പോൾ ChatGPT തന്നെ എനിക്ക് തോന്നുന്നു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായി സ്റ്റാർട്ട് ചെയ്തതാണ്. ഫ്രീ യൂസിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അതൊരു പ്രോഫിറ്റ് ഇതിലേക്ക് മാറുകയും ആ ഒരു ഡിസിഷൻ കാരണം തുടങ്ങിയ ഒരു 5-6 പേരിൽ കുറേ പേര് ഒഴിഞ്ഞു പോയി. ഇപ്പോൾ സാം ആൾട്ട്മാൻ മാത്രം ബാക്കി, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളും അതിലുണ്ട്. അൾട്ടിമേറ്റ്ലി ആ ഒരു കോർപ്പറേറ്റിൻ്റെ ആ ഒരു അജണ്ട എന്ത് നല്ലൊരു ഇനീഷ്യേറ്റീവിനെയും ഇങ്ങനെ ആക്കുന്നത് വേണം മനസ്സിലാക്കാം. പക്ഷേ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിലിപ്പോൾ ഈ ട്രെയിനിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ MITയുടെ ടെക്നോളജി റിവ്യൂവിൽ ഞാനൊരു ആർട്ടിക്കിൾ മലബാർ ജേർണലിന് വേണ്ടി എഴുതിയിട്ടുണ്ട് അതിനെപ്പറ്റി. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ന്യൂസിലൊക്കെ ഇപ്പോൾ ന്യൂസും കുറേ സബ്സ്ക്രിപ്ഷൻ പരിപാടികളുണ്ട്. കുറേ ആർട്ടിക്കിളൊക്കെ വായിക്കണമെങ്കിൽ നമുക്ക് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ വേണം. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് പെർപ്ലെക്സിറ്റി എന്നുള്ള ആപ്പ് അത് ഈ എന്താ പറയുക ഒരു പ്രീമിയം ആർട്ടിക്കിളൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് വായിക്കാനുള്ള രീതിയിൽ അതിന്ന് വരെ ഇത് ഡാറ്റ എടുത്ത് തരുന്നു എന്നുള്ള രീതി. ഇപ്പോൾ ഇതിനെതിരെ ഗാർഡിയൻ അങ്ങനെയുള്ള ന്യൂസ് ഏജൻസീസൊക്കെ കേസിന് പോയിട്ടുണ്ട് പെർപ്ലെക്സിറ്റിക്കെതിരെ. ഇപ്പോൾ അത് കുറച്ച് മാറി തോന്നുന്നു. 2 ദിവസം മുന്നേ അങ്ങനെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കാൻ നോക്കി നടന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ അങ്ങനെയുള്ള മോഡലുകളെ ബ്രേക്ക് ചെയ്യാനും ഇതിന് പറ്റുമായിരുന്നു. അപ്പോൾ ഈ ട്രെയിനിങ്ങിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ അഞ്ജന ആക്ച്വലി ഒരു ഡോക്ടർ കവിതയുടെ കൂടെ ഒരു ടോക്ക് നടത്തിയിരുന്നു കോപ്പിറൈറ്റിനെ പറ്റി. അത് അന്ന് ഈ ജിബിലി ട്രെൻഡ് ഭയങ്കര ഇതായ സമയമായിരുന്നു. ഇതുങ്ങളെ ഈ ഒരു മോഡലുകളെ ഇപ്പോൾ ChatGPT ആണെങ്കിലും ജെമിനൈ ആണെങ്കിലും ഇതിപ്പോൾ ഇമേജും വീഡിയോസൊക്കെ അതും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഗൂഗിളിൻ്റെ VO എന്നൊക്കെ പറഞ്ഞ സാധനം. അപ്പോൾ ഇതിൽ വരുന്നത് ഇതിനെയൊക്കെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റ എന്താണെന്നോ ഏതാണെന്നുള്ളതിനെ പറ്റി ഒരു ക്ലാരിറ്റി ഇല്ല. ഇതിനെ ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്ത ബുക്കുകളാവട്ടെ ആർട്ടിക്കിൾസ് ആവട്ടെ ഇതൊക്കെ ഓതറിൻ്റെ പെർമിഷനോടെയാണോ അല്ലെങ്കിൽ കൺസെൻറ്റോടെയാണോ ഉപയോഗിച്ചെന്നുള്ളതിന് വല്ലാത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ ഈ കലാകാരന്മാരൊക്കെ പ്രധാനമായിട്ട് ഉയർത്തുന്ന പ്രശ്നം ഞങ്ങളോട് ചോദിക്കാണ്ടെയാണ് ഞങ്ങളുടെ ചിത്രങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ ട്രെയിൻ ചെയ്യണമെന്നുള്ളത്. ജിബിലി ട്രെൻഡും അതുതന്നെയാണ്. ഇവർ ചോദിച്ചിട്ടോ വാങ്ങിച്ചിട്ടോ ഒന്നുമല്ല. അത് ഈ ജിബിലിയിലുള്ള ആ വിഷ്വൽസും ആ ഫോട്ടോസൊക്കെ ഇതിനെ ഫീഡ് ചെയ്തിട്ട് ഇതിങ്ങനെയാണെന്ന് മനസ്സിലാക്കിപ്പിച്ചിട്ട് നമ്മളൊരു ഫോട്ടോ കൊടുക്കുന്നു, അതിനെ ആ രൂപത്തിലാക്കി തരുന്നു, നമ്മൾ ഹാപ്പി, കമ്പനി ഹാപ്പി. പക്ഷേ ജിബിലിയുടെ ഫൗണ്ടർ ഹാപ്പി ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനൊരു ഇഷ്യൂ കൂടിയുണ്ട്. ഇതാണ് അതിലുള്ളത്. അല്ല, ഇതിൽ ഒരു
പ്രധാന വിഷയം വരുന്നത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ബേക്കറിൻ്റെ പുസ്തകത്തിനകത്ത് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ സയൻസും ടെക്നോളജിയും തമ്മിലുള്ളൊരു ഡിഫറൻസിനെ കുറിച്ചിട്ട്, ഒരു സട്ടിലായ ഒരു ഡിഫറൻസ്. ഒരു സയൻറ്റിഫിക് ട്രൂത്ത് എന്ന് പറയുന്നത്, നമ്മളൊരു സയൻറ്റിസ്റ്റ് അത് അന്വേഷിക്കുന്നതും അത് കണ്ടെത്തുന്നതും എന്ന് പറയുന്നത് അതിന് മുൻകൂട്ടി ഒരു ധാരണയില്ല, ഒരു അൺനോണിലായിരിക്കും അത് എത്തുന്നത്, അതിൻ്റെ ഒരു ഡിസ്കവറി എന്ന് പറയുന്നത്. പക്ഷേ ടെക്നോളജി അങ്ങനെയല്ല. ഈ ഒരു ഡിസ്കവറിയെ ബേസ് ചെയ്തും കൊണ്ടുള്ള ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ്റെ ഭാഗമായിട്ടാണ് ഒരു പർട്ടിക്കുലർ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചിട്ട് നല്ലൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സയൻറ്റിഫിക് പ്രോഗ്രസ്സിൻ്റെ അല്ലെങ്കിൽ സയൻറ്റിഫിക് ഡിസ്കവറിയുടെ ഒരു എലിമെൻ്റ് ആയിരുന്നു നമുക്ക് വാക്സിൻ നമുക്ക് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ ആരോഗ്യത്തിൻ്റെ ഒരു വലിയ മുന്നോട്ടുള്ള ഒരു സാധനമായിരുന്നു. പക്ഷേ അതേ സയൻസിൻ്റെ ഇതായിട്ടായിരുന്നു നമുക്ക് ന്യൂക്ലിയർ ആയുധവും വന്നു, അണുവായുധവും വന്നത്. അത് ഏറ്റവും വലിയ ഡിസ്ട്രക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ചോയ്സ് എവിടെയാണെന്നുള്ളത്, ഈ ചോയ്സ് എവിടെയാണെന്നുള്ളൊരു വിഷയത്തിലാണ് ഈവൻ ഈ AI-യുടെയും അല്ലെങ്കിൽ നമ്മുടെ പുതിയ ടെക്നോളജിയുടെയും മുഴുവൻ ഇത് വരുന്നത്. ആ ചോയ്സ് ഈ പറയുന്ന ഒരു 6 ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലാണ്. ആ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന അപ്പോൾ അവരുടെ സബ്ജക്റ്റീവായിട്ടുള്ള ഫീലിങ്സാണ് അവരുടെ. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം ഉന്നയിക്കുന്നത്, അതിപ്പോൾ നമുക്ക് എനിക്കതിനെക്കുറിച്ചിട്ട് വലിയൊരു വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് പറയുന്നില്ല. പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻ അപ്പോക്കലിപ്റ്റിക് ഫീലിംഗ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ എലോൺ മസ്ക് ആയാലും ശരി, അല്ലെങ്കിൽ അങ്ങനെയുള്ള പലരുടെയും മെൻ്റൽ വേൾഡിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ അതും സയൻസും ടെക്നോളജിയും പെർസയായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അവരുടെ ഒരു വലിയ സബ്ജക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ടെക് ബില്യണേഴ്സിൻ്റെ സബ്ജക്റ്റീവായിട്ടുള്ള ഫാൻറ്റസികളാണ് പലപ്പോഴും നയപരമായ തീരുമാനങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അത് അവരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ജീവിതത്തിനെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, അത് അവരുടെ കൺസേണാണ്. ഇത് പക്ഷേ മനുഷ്യരുടെ ഫെയ്റ്റിനെ മുഴുവൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു നാഗരികതയെ അല്ലെങ്കിൽ മനുഷ്യരുടെ ഇതുവരെയുള്ളൊരു ചരിത്രത്തെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലുള്ള ഒന്നായി മാറുമ്പോഴത്തേക്കാണ് അത് വലിയൊരു കൺസേൺ ആവുന്നത്. അവിടെയാണ് ഹരിയൊക്കെ ഉന്നയിച്ച എത്തിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം AI എത്തിക്സ് എന്ന് പറയുന്നത് വലിയൊരു പഠന വിഷയം തന്നെയാണ്. നമ്മുടെ ഇവിടെ തന്നെ ഒരു ദീപക് പി എന്ന് പറയുന്ന അദ്ദേഹം എനിക്ക് തോന്നുന്നു ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇതിനെക്കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പഠന മേഖല. അദ്ദേഹം ഇതിനെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പുള്ളൊരു പ്രോഗ്രാമിൽ. അപ്പോൾ ഇതെല്ലാം മുന്നിൽ വെച്ചും കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഇപ്പം AI കുറിച്ചിട്ടും അല്ലെങ്കിൽ നമ്മൾ ബിയോണ്ട് ദ ഹെഡ്ലൈൻസ് ഈ ഒരു നിലയിലുള്ള ഒരു വീക്ഷണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പബ്ലിക് ഡൊമൈനിൽ ഒരു ഡിസ്കഷൻ ആക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഡിസ്കോഴ്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു അറ്റംപ്റ്റാണ്. ഇതിനകത്ത് ക്ലൈമറ്റ് ചേഞ്ചിനെ എത്രമാത്രം ഈ AI ടൂൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നെന്നുള്ളൊരു എലമെൻറ്റ് നമുക്കൊരു തോട്ടിന് വേണ്ടി തുറന്നിടാം. കാരണം ക്ലൈമറ്റ് ചേഞ്ച് AI ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ ഉണ്ടാക്കുന്ന സമയത്ത് കാർബൺ എമിഷൻ എന്ന് പറയുന്നത് 100 റൗണ്ട് ട്രിപ്പ് ബിറ്റ്വീൻ ന്യൂയോർക്ക് ആൻഡ് ബീജിംഗ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയും കൂടി അതാണ് ഇതിൻ്റെ ഒരു വലിയ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സാധനം. ഇത് പറയുന്ന നമ്മൾ ഈ ഹൈപ്പ് മുഴുവൻ പറയുമ്പോഴത്തേക്ക് ഇപ്പം എന്താ പറയുന്ന ക്യാൻ യു പ്ലീസ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് എത്ര എനർജിയാണത് ഇത് ചെയ്യുന്നത്. പവർ ഗസ്ലേഴ്സ് എന്നാണ് ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത്. ഗുഡ് മോർണിംഗ് മെസ്സേജ് പോലെ. അതെ ഗുഡ് മോർണിംഗ് മെസ്സേജ് പോലെ. അപ്പം അത് വളരെയധികം ഇതായിട്ടുള്ള, ഇൻഫാക്റ്റ് ഈ MIT പോലുള്ള ഒരു കാര്യങ്ങളിൽ കോർപ്പറേറ്റുകൾ ഇതിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാറുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവർ കോസ്റ്റാണ്. കാരണം അവർക്ക് സാധാരണ ഉപയോഗിക്കുന്നതിൻ്റെ 10 മടങ്ങ് പവർ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നത്. കാരണം ഈ പ്രോസസ്സിങ് സ്പീഡ് ഇപ്പം നമുക്ക് വലുതായിട്ട് ഉണ്ടാക്കിക്കളയാം എന്നുള്ളത് സാങ്കേതികപരമായിട്ട് സാധ്യമായ ഒരു കാര്യമാണ്. പക്ഷേ അത് എന്താ പറയുന്നത് എക്കണോമിക്കലി വയബിൾ ആവണമെന്നുള്ളതിൻ്റെ ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് അഞ്ജന ഉന്നയിച്ച ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യത്തിൽ ഈ എനർജി കൺസംഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചെറിയ 3-4 ലോക രാജ്യം എന്നെല്ലാം പറയുന്ന സാമ്പത്തികമായിട്ട് പിന്നോക്ക വളർച്ചയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന എനർജി ആയിരിക്കും ഈ ഒരു കമ്പനി ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു വലിയ ഡിസ്പാരിറ്റി ഉണ്ട്. അത്തരം വിഷയങ്ങളെല്ലാം തന്നെയാണ് ഒരു പൊതുമണ്ഡലത്തിൽ ഡിസ്കഷൻ വരേണ്ടത്, ഈ ഹെഡ്ലൈൻ്റെ പുറകിലേക്ക് വരേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. സാറ് പറഞ്ഞതിൽ ഒരൊറ്റ കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഈ അടുത്ത് വന്ന വാർത്തയായിരുന്നു, ഗൂഗിൾ AI ഡാറ്റാ സെന്റേഴ്സിനെ പവർ ചെയ്യാൻ വേണ്ടി മാത്രം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് തുടങ്ങുന്നു. അതെ, ഇതിന് അത്രത്തോളം പവർ ആവശ്യമാണ് ഇതിനെ കൂൾ ചെയ്യാനും. അതുകൊണ്ടാണ് സാം ആൾട്ട്മാൻ, ഓപ്പൺ AIയുടെ ChatGPTയുടെ
ഫൗണ്ടർ വന്ന് പറഞ്ഞത് നിങ്ങൾ ദയവ് ചെയ്ത് ChatGPT-നോട് പ്ലീസ് താങ്ക് യു എന്നൊന്നും പറയരുത്. കാരണം ഇതിൽ തന്നെ ഒരുപാട് ഇത് ഡാറ്റ ഇത് ചെയ്യുന്ന ആവശ്യമുണ്ട്, എനർജി ആവശ്യമാണ്. അതെ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് മാത്രം സംസാരിച്ചാൽ മതി. പക്ഷെ നമ്മൾ പേഴ്സണൽ അസിസ്റ്റന്റ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറയാനും ഇതിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അപ്പോൾ നാച്ചുറലി നമ്മളിപ്പോൾ പറയില്ലേ, ഓരോ ആളുകളുടെ കവർ പേജുകൾ മാഗസിന് കൊടുക്കുമ്പോൾ പോലും മുഖം നോക്കുമ്പോൾ വല്ലാതെ പ്രായം തോന്നുന്നു എന്ന് പറയുന്ന പോലെ ഉള്ള സ്റ്റീരിയോ ടൈപ്സ് നമ്മുടെ ഇമേജസിൽ വരുന്നത് പോലെ തന്നെ നമ്മുടെ ലാംഗ്വേജിലും അപ്പം മാറ്റം വരും. നമ്മൾ ആ കൈൻഡ്ലി അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ഒക്കെ നമ്മൾ വിട്ടിട്ട് ഗിവ് മീ എ കപ്പ് ഓഫ് ടീ എന്ന് പറയുന്ന ഒരു ലോകത്തേക്കും, അതേപോലെ വളരെ പ്ലാസ്റ്റിക് ഫേസസ് ഉള്ള വളരെ എന്താ പറയുക മെക്കാനിക്കലായിട്ട് മൂവ് ചെയ്യുന്ന മൂവ്മെൻറ്റ്സുകളൊക്കെ നമ്മൾ യൂസ് ടു ആവുന്ന ഗെയിം കളിക്കുന്ന പോലത്തെ ഒരു ലോകത്തേക്ക് നമ്മൾ മാറുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.